കാണുമ്പോൾ ഇത് പനിയാരായിട്ട് തോന്നുമെങ്കിലും ഇതാണ് പാലക്കാട് സ്പെഷ്യൽ ചിന്താമണി അപ്പം. ഇത് നമ്മുടെ പാലക്കാട് അഗ്രഹാരം മാമിമാരുടെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഉഴുന്നിന് പകരം 3 പരിപ്പ് വെറൈറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇഡ്ലി അരിയും പച്ചരിയും ഇതിലിടുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി വാഷ് ചെയ്ത് ഒരു 10 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇത് ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഇത് സോക്ക് ചെയ്ത വെള്ളം തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ഫെർമെൻറ്റേഷൻ പെട്ടെന്നാവും. ജസ്റ്റ് 3 to 4 hours ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിക്ക് പകരം ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ടാണ്. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ നല്ല എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ച് നല്ല രീതിയിൽ 2 സൈഡ് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണി അപ്പം റെഡിയാണ്. യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്സിനോ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നി അല്ലെങ്കിൽ ഗാന്ധി ചമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.